ഞാൻ ഇറക്കി വെച്ച കളി. ഇരുന്ന് ഉറങ്ങാതെ കളി വെച്ച ഞാൻ ഇറക്കി. ഏതുത്സവത്തിനടാ? തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അതാ പാമ്പാടി ചെസ്സിൽ ഞാൻ ഇറക്കി എന്ന് പറഞ്ഞപ്പം ഓ നമ്മള് ക്യാരം ബോർഡ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ. ഞാൻ വിചാരിച്ചു ഏണി പമ്പ് കളിക്കായിരുന്നു. ഞാൻ കുതിര ഇറക്കി. ഇതെന്തിനാ ഇറക്കം? കുതിരയാ? കുതിര എല്ലാ ആകൃതിയിലേ പോവോളൂ. എങ്ങനാ? അത് നിന്റെ കുതിര. പക്ഷെ എന്റെ കുതിര ഏതാകൃതിയിൽ പോവും. അതാണ് ഈ രഘുവിന്റെ കുതിര. ഞാൻ ബടനെ ഇറക്കി. ഞാൻ ബടനെ കയറ്റി. ബടനെ കയറ്റാനൊന്നും പറ്റൂല. യുദ്ധത്തിൽ താല്പര്യമില്ലാത്തവരെ തിരിച്ചു കയറ്റാൻ രാജാവിന് അധികാരമുണ്ട്. ഉപദേശങ്ങൾ പണ്ടേ സ്വീകരിക്കില്ല ശരമയ്യേ. ഈ രഘുരാജാവിനോട് ചെറിച്ചിൽ വേണ്ട. കളി കളി. എന്തിനാ ഏണി പാമ്പും കളിക്കണം? ഇഷ്ടായതൊക്കെ നഷ്ടായി, ബെസ്റ്റായതൊക്കെ ലോസ്റ്റ്. അതെന്റെ ആന. അതൊക്കെ ഞാൻ വിലക്ക് വാങ്ങിക്കും. അമ്പിനും വില്ലിനും അടുക്കാത്തൊരെണ്ണം വന്നു കേറിയപ്പോ ചെക്ക്. കുതിര ചെക്ക്, റാണി ചെക്ക്, കുതിര ചെക്ക്, തേൽ ചെക്ക്, ആന ചെക്ക്. പണി പാലും വെള്ളത്തിൽ കെട്ടി. ഇനി ഒരു വഴിയേ ഉള്ളൂ. കുതിരങ്ങ് വാ. ഇതെന്തിനു കാണിച്ച? അപ്പൊ അത് യുദ്ധത്തിനോട് രാജാവിന് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് കുതിരയുടെ മണ്ടേ കയറി രാജാവ് നാട് വിട്ടു. ഇനി ഒരു 100 പടയാളികളെയും കൂടി അയക്കുന്നു ഷേർഖാൻ. എന്തിനി? ഇതുപോലെ രാജാവിന് കുതിരയുടെ മണ്ടേ കയറി നാട് വിടാനല്ലേ? കണ്ണോണ്ടും തൊള്ളോണ്ടും തല്ലോണ്ടും കുത്തും ഫസ്റ്റ്